ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വളരെ ചെറിയ ഇഷ്ടികകളെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഒരിക്കലും അതിഗംഭീരമായ ഒരു കെട്ടിടം പണിയാൻ സാധിക്കുകയില്ല. ചില ആത്മാക്കളിൽ നിന്ന് ദൈവം വലിയ വിശുദ്ധി ആവശ്യപ്പെടുന്നു. അതിനാൽ തങ്ങളുടെ ശോചനീയ അവസ്ഥയെപ്പറ്റി കൂടുതൽ അറിവ് നൽകുന്നു. അറിവിൻ്റെയും ആത്മാവിലുള്ള വെളിച്ചത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പാപത്തിൻ്റെ ഗൗരവം കണക്കാക്കപ്പെടുന്നത്. ചെറിയ കുറ്റങ്ങളുടെ കാര്യത്തിലും അപ്രകാരം തന്നെ. കുമ്പസാരത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ പാപമായി മാത്രം കണക്കാക്കപ്പെടുന്നു എന്ന് ആത്മാവ് അറിയുന്നു. എന്നിരുന്നാലും വിശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആത്മാവിന് ഈ ചെറിയ കാര്യങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരാത്മാവ് നേരിടുന്ന പ്രതിസന്ധിയെയാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി ഗ്രൂപ്പിലെ 112ാമത്തെ സന്ദേശത്തിൽ നമ്മൾ കാണുക. ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുന്നേറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ തന്നെ ആത്മീയതയിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ, വിശ്വസ്തതയിൽ, ആത്മീയ പുരോഗതിക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തിൽ ഒക്കെ തീവ്രമായ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ജനിച്ചു തുടങ്ങുമ്പോൾ തന്നെ പലപ്പോഴും ഈ ഒരു പ്രതിസന്ധി നമ്മളെ തേടിയെത്താറുണ്ട്. നമ്മളുടെ പാപത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നു. നിരന്തരം വീണു പോകുന്ന ബലഹീനതകൾ കൂടുതൽ കൂടുതൽ വെളിപ്പെടുന്നു. ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ പോലും കഠിനമായി തോന്നുന്നു. ജീവിതത്തിൽ നിരന്തരം പരാജയപ്പെടുന്ന അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ലജ്ജ ഉളവാക്കുന്നു. അനേകരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പോലും പലപ്പോഴും ഏറ്റവും വലിയ പാപിയായിട്ടും ഏറ്റവും കൃപ ലഭിച്ചിട്ടും പരാജയപ്പെടുന്നവനായിട്ടും ഒക്കെ ഓരോ വ്യക്തിക്കും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ എന്തുകൊണ്ടാണത്? കാരണം ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവനിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന് പറയുന്ന പോലെ അവൻ്റെ വെളിച്ചത്തിൽ നാം നമ്മളെ തന്നെ കാണുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കുറവുകൾ കൂടുതൽ വ്യക്തമാകുന്നു. അവൻ്റെ പ്രകാശത്തിൽ എല്ലാം വ്യക്തമായിട്ട് മാറുന്നു. മറഞ്ഞിരിക്കുന്നതൊക്കെ വെളിപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എവിടെയെങ്കിലുമൊക്കെ ഒത്തിരിയേറെ നിരാശയുടെ വക്കിലേക്ക് എത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളും വീഴ്ചകളും നിരന്തരം നമ്മളെ അപമാനിതരാക്കുമ്പോൾ, ഒട്ടും പുരോഗതിയിലേക്ക്, ആത്മീയ നവീകരണത്തിലേക്കോ ആത്മീയ വളർച്ചയിലേക്കോ വിശ്വസ്തതയിലോ നിലനിൽക്കാൻ സാധിക്കുന്നില്ലല്ലോ, ഉയരാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് വേദനിക്കുമ്പോൾ തിരിച്ചറിയുക, നിന്റെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കർത്താവ്, നിന്നെ അറിയുന്ന പിതാവ് നിനക്ക് വേണ്ടി കൂടുതൽ കൃപകൾ നൽകാനായിട്ട് ആഗ്രഹിക്കുക. അവൻ്റെ വെളിച്ചത്തിൽ നീ നിന്റെ ശൂന്യതകൾ കാണുമ്പോൾ അത് അവനിലേക്ക് തന്നെ കൊടുക്കാനും അവനിൽ ശരണപ്പെടാനും നിന്നിൽ മുഴുവൻ അവൻ നിറയുവാനും നീ കുറയുകയും അവൻ വളരുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിന്നെ ഉയർത്താനും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് എല്ലാ ബലഹീനതകളിലും ഉപരിയായിട്ട്, നമ്മുടെ വീഴ്ചകൾക്കെല്ലാം ഉപരിയായിട്ട്, നമ്മളെ ലജ്ജിപ്പിക്കുന്ന സാഹചര്യങ്ങൾക്കെല്ലാം ഉപരിയായിട്ട് ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പറയാം, ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.